നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയ ഒരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലെ ടെറസിന് മുകളിൽ ഞാനൊരു ചെറിയൊരു മുളക് തോട്ടം റെഡിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനൊരു 15 ഗ്രോ ബാഗിലായിരുന്നു മുളക് തൈ വെച്ച് പിടിപ്പിച്ചിരുന്നത് കേട്ടോ. അതൊരു 30 തൈയാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടി. നമ്മുടെ കറിക്ക് പച്ചമുളകായിട്ട് എടുക്കാൻ മാത്രമല്ല, അത് ഉണക്കി ചമ്മന്തി അരയ്ക്കാനും കടുക് പൊട്ടിക്കാനും ഒക്കെ അത്യാവശ്യത്തിന് എന്താ പറയുക 2 ടിന്ന് നിറച്ച് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാമെന്ന്. ഇപ്പം ഞാൻ എൻ്റെ മുളക് തൈ നട്ടിട്ട് ഇപ്പോൾ കറക്റ്റ് കഴിഞ്ഞ 27 ഫെബ്രുവരി 27 ഈ മുളകിനെ നട്ടത്. ഇപ്പം മാർച്ച് 27 കറക്റ്റ് 1 മന്തായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ തൈ നട്ടതെന്നുള്ളതും അതിനെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും ഇപ്പോഴത്തെ അതിൻ്റെ ഗ്രോത്തുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്താ പറയുക മുളകൊക്കെ കായ്ച്ച് നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ അപ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ ഈ ടൈം അങ്ങ് കഴിഞ്ഞു പോയി. ഇപ്പോൾ അത് നട്ട് കൊടുത്താലേ ഇപ്പോൾ അത്യാവശ്യം മാർച്ച് ഏപ്രിൽ മെയ് 2 മാസത്തോടെ ഉണ്ട്, ചൂടുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ വലിയ മഴയ്ക്ക് മുമ്പാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മുളക് തൈ. ഇത് ഞാൻ പാകി കിളിപ്പിച്ചതൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ വാങ്ങിയതാണ്. നമ്മുടെ കൃഷിഭവൻ ഉണ്ടല്ലോ, ബ്ലോക്കിനുണ്ടല്ലോ വരുന്ന അഗ്രോ സെൻ്റർ ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഒരു തൈക്ക് 3 രൂപ നിരക്കിൽ 120 തൈ ആയിട്ടോ ഞാൻ വാങ്ങിയത്. ഞാൻ അത്യാവശ്യം കുറച്ച് ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. കാരണം നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഒട്ടും നിൽക്കാതെ ഭയങ്കര പാടാകും ഗ്രോ ബാഗിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോ ബാഗ്. ഇത് 12x12 സൈസാണ്. നമ്മുടെ ഗ്രോ ബാഗ് പഴയ ഗ്രോ ബാഗ് ഒന്ന് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒരു 6-7 വർഷമെങ്കിലും നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചേഞ്ച് ആക്കിയത്. ഇത് നമ്മൾ മണ്ണെടുത്തേക്കുന്നുണ്ടല്ലോ, നേരത്തെ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന മണ്ണാണേ. അതൊരു 15 ദിവസം കുമ്മായൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഞാൻ 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പൻ പിണ്ണാക്ക്, പിന്നെ ചാണകപ്പൊടി ഞാൻ കറക്റ്റ് കണക്കില്ല, കുറച്ച് കൂടിപ്പോലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ മെയിനായിട്ട് കരിയിലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കരിയില ഒരു നമ്മുടെ ഗ്രോ ബാഗിൽ ഒരു പാതി ഭാഗം ആദ്യം കരിയില അങ്ങ് ഇടും. മാവിൻ്റെ ഇലയോ പ്ലാവിൻ്റെ ഇലയോ ഒക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഇത് വളമായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഒരു 3-4 പിടി ധാരാളമാണ്. ആദ്യം നമ്മൾ തൈ നടുമ്പോൾ അത്രയും മണ്ണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ തൈ നട്ടു കൊടുത്തേച്ചാൽ മതി. അതുപോലെ ഇത്തിരി വെള്ളോടെ നനച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തൈ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ എന്ത് വളം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. കോഴിക്കാഷ്ടം ആയാലും ആട്ടിൻ കാഷ്ടമൊക്കെ ആയാലും അതുപോലെ ജൈവ വളങ്ങൾ വേറെയൊക്കെ ഉണ്ടെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും എന്ത് വേണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ ഗ്രോ ബാഗ് ഫില്ലിങ്ങിനും ഞാൻ ഇങ്ങനെയാണ് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മുളക് തൈ ഇത്തിരി മണ്ണങ്ങോട്ട് മാറ്റിയിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ അത്യാവശ്യം സൈസുള്ള ഗ്രോ ബാഗ് ആയതുകൊണ്ട് 3 തൈ വരെ സുഖമായിട്ട് നിൽക്കും. എൻ്റെ കൊച്ചു ഗ്രോ ബാഗിൽ വരെ ഞാൻ 2 തൈ വെക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു 3 തൈയെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചിലതിൽ 2, ചിലതിൽ 3 അങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ശേഷം ഒരു ഇച്ചിരി സ്യൂഡോമോണസ് ലൈൻ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതേ ഉള്ളൂ ചെയ്തത്. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ മണ്ണ് കരിയിലയും കൂടെ കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു. അത് മൂടൊക്കെ പിടിച്ചതിന് ശേഷം ഒരു തൈ പോലും നമ്മുടെ പാഴി പോയിട്ടില്ല. ആദ്യത്തെ ഒരാഴ്ച ഞാനിതാ ഈ തണലത്ത് കണ്ട ഒരു മാവിൻ്റെ ഇല വെച്ചേക്കണത്. നല്ല വെയിലത്തോട്ട് വെച്ചില്ല. ഒരാഴ്ച ഞാൻ ഇവിടെ കീപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാറ്റി വെച്ചത്, വെയിലത്തോട്ട് വെച്ചത്. ദിവസം ഒരു നേരം വെള്ളം ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യം. ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചാലും അഴുകിപ്പോവും. അത്യാവശ്യം ഇലകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് വെള്ളം പിടിച്ച് നിർത്തിക്കോളും കേട്ടോ. ഇത് ചകിരിച്ചോറൊക്കെ വെച്ച് ഫില്ല് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ മാക്സിമം 0% കോസ്റ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തൈ നട്ട് കഴിഞ്ഞു. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ കൊടുത്ത വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സമ്പൂർണ്ണ, ഒന്ന് ഫിഷ് അമിനോ ആസിഡ് ഉണ്ട് കേട്ടോ. സമ്പൂർണ്ണ എന്ന് പറയുന്നത് അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ രൂപീകരിച്ച സംഭവമാണ് കേട്ടോ. ഇത് എല്ലാ സൂക്ഷ്മങ്ങളോട് അടങ്ങിയിട്ടുള്ളതാണ് ഈ സമ്പൂർണ്ണയ്ക്കകത്ത്. ഇത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് സമ്പൂർണ്ണ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. എല്ലാം നമ്മൾ ഈവനിങ് ടൈമിൽ വേണം കൂടുതൽ ഇങ്ങനെയുള്ള വളങ്ങളായാലും കീടനാശിനികളായാലും എന്തായാലും ചെയ്യാൻ ഈവനിങ് ടൈമിൽ വേണം യൂസ് ചെയ്യാൻ. സമ്പൂർണ്ണ കൊടുത്തിട്ട് ഒരു 3 ദിവസം കഴിയുമെന്നുണ്ടെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുക കേട്ടോ. ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ 4 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഫിഷ് അമിനോ ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യേണ്ട രീതികൾ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ അതൊന്ന് കയറി നോക്കണം കേട്ടോ. കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ഫിഷ് അമിനോ ആസിഡുമാണ് 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള വളം. കറക്റ്റ് 1 മാസം, കറക്റ്റ് 1 മന്തായപ്പോൾ നമ്മുടെ മുളക് ചെടി ഇത്രച്ചേ ആയിട്ടുണ്ട്. രസം എന്നു വെച്ചാൽ കറക്റ്റ് 1 മന്തായപ്പോൾ പൂ വിട്ടുടങ്ങി കാണാൻ പറ്റുന്നുണ്ടോ?
പൂ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 27th വെച്ചത്. കറക്റ്റ് ഈ 27th ആകുമ്പോഴത്തേനും കറക്റ്റ് 1 month നമ്മുടെ മുളക് ചെടി പൂ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. യാതൊരു കുരുടിപ്പാട്ട് ഒരസുഖമായിട്ട് ഒന്നുമില്ല, നല്ല സെറ്റപ്പായിട്ട് ഇതാ ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നിലല്ല കേട്ടോ, എല്ലാ ചെടിയിലും പൂ ഇട്ട് കണ്ടോ, എല്ലാത്തിലും പൂവായിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മുടെ സാധാ കടമുളകാണ്. നമ്മളിവിടെ കടമുളക് എന്നാണ് പറയുന്നത്. ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല. കടമുളക് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. കണ്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇത്രയും മുളക് നമുക്ക് എന്തായാലും കടയിൽ കൊടുത്ത് നമ്മൾ ഇതിനൊക്കെ നല്ലതുണ്ടല്ലോ. നമ്മളിതിൽ വീട്ടാവശ്യത്തിന് കറിക്കൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മളിത് ഉണക്കിയെടുക്കണം കേട്ടോ. ഇതാ ഇപ്പോഴും കിടക്കുന്നുണ്ടോ, പണ്ടത്തെ എൻ്റെ മുളകിൻ്റേതാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്, ഉണയും കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി സത്യം പറഞ്ഞാൽ മുളക് രണ്ടാമത്തെ തൈ വെക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ കറക്റ്റ് അത് തീരുന്നതിന് മുമ്പേ എനിക്ക് അടുത്ത ഇത് വന്നേനെ. എല്ലാ ബാഗിലും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മുളക് പിടിച്ചത് പറിക്കുന്നതൊക്കെ നമ്മൾക്ക് ഷോർട്സിലൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ വിളവെടുപ്പ് വരെ കാണിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാബേജ് നമ്മൾ ക്യാബേജ് നടാൻ വേണ്ടി ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡിസംബർ ലാസ്റ്റ് വീക്കാണ് നമ്മളെ ക്യാബേജ് നട്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നവംബറിൽ നട്ടാൽ നമുക്ക് ജനുവരിയിൽ വിളവെടുക്കാം. ആ രീതിയിൽ വേണം നമ്മൾ ക്യാബേജ് നടാൻ. അങ്ങനെ തണുപ്പുള്ള സമയത്തല്ലേ നടേണ്ടത്. പക്ഷേ ഞാൻ നട്ടപ്പോഴത്തേനും അത് ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് കുറച്ച് വിത്ത് എൻ്റെ തൈ കൃഷിഭവനിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മളത് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളത് നട്ടു കൊടുത്ത് ലേറ്റ് ആയിട്ടായാലും എന്നാലും എനിക്ക് കിട്ടി കേട്ടോ. അത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാമേ. ശരിക്കും പറഞ്ഞാൽ നവംബറിൽ നട്ട് ജാനുവരി വിളവെടുക്കണം. നമ്മൾ ഡിസംബർ ലാസ്റ്റ് വീക്ക് നട്ട് ഇതാ മാർച്ചിൽ വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാബേജ്. എൻ്റെ മുളകിൻ്റെ കൃഷിയുടെ വീഡിയോയുടെ കൂടെ ഞാൻ ഇതുകൂടെ കാണിക്കുക. കാരണം ഇനി അതിനായിട്ട് ഇനി പ്രത്യേകിച്ച് വേറെ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ലേറ്റ് ആയതല്ലേ കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടിയേനെ. എന്തായാലും ഇത്രയും കിട്ടില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു കറിക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എല്ലാത്തിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതായിട്ടുണ്ട് എടുക്കാൻ. ഇനിയിപ്പോൾ 1 month ആയി. ഇനിയിപ്പോൾ ഞാൻ 2-3 ദിവസത്തിനകം അടുത്ത എന്താ പറയുന്നത് വളം കൂടെ കൊടുക്കാറായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.